ഇനി പറയുന്നത് ഇന്ത്യയിലെ കുറച്ച് പത്രങ്ങളാണ്. നമുക്കൊന്ന് നോക്കിയാലോ. ഇന്ത്യയിലെ പത്രങ്ങൾ എന്ന് പറയുമ്പോഴേ ഹരിജൻ എന്ന പത്രം ആരംഭിച്ചതാരാണ്? ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ഗാന്ധിജിയാണ്. ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ഗാന്ധിജിയാണ്. മറാത്ത, കേസരി, അങ്ങനെ മറാത്ത എന്നും കേസരി എന്നും പേരുള്ള പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. ആരാണ്? ബാലഗംഗാധര തിലകനാണ്. അതുപോലെ തന്നെ ദി ലീഡർ എന്ന പത്രം ആരംഭിച്ചു മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച പത്രമാണ് ദ ലീഡർ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഉദ്ബോധൻ, പ്രബുദ്ധ ഭാരത് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദനാണ്. ആര്യപ്രകാശം എന്ന പത്രം ആരംഭിച്ചു. ആര്യപ്രകാശം എന്ന പത്രം ആരംഭിച്ചതാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യപ്രകാശം എന്ന പത്രം ആരംഭിച്ചു സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ തന്നെ പറയുകയാണ് നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് നേഷൻ എന്ന പത്രം ആരംഭിച്ചത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മാഴ്സുബാൻ ആരംഭിച്ച പത്രം, മാഴ്സുബാൻ ആരംഭിച്ച പത്രമാണ് ഏത് പത്രമാണ്? മുംബൈ സമാചാർ. ആദ്യകാലത്ത് ബോംബെ സമാചാർ ആയിരുന്നു. ഇപ്പം എങ്ങനെ അറിയപ്പെടുന്നു? മുംബൈ സമാചാർ. മുംബൈ സമാചാർ ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മുംബൈ സമാചാർ ഗുജറാത്തി ഭാഷയിലാണ്. ഗുജറാത്തി ഭാഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പത്രം, ദിനപത്രമാണ് മുംബൈ സമാചാർ. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ് ഇത്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ് ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് അച്ചടിച്ച ഭാഷ ഇംഗ്ലീഷാണ്. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ദിനപത്രമാണ് ദൈനിക ജാഗരൺ. ദൈനിക ജാഗരൺ ഹിന്ദി ഭാഷയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന, ഏറ്റവും കൂടുതൽ വരിക്കാറുള്ള ഇംഗ്ലീഷ് ദിനപത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഏതാണ്? ടൈംസ് ഓഫ് ഇന്ത്യ. അതുപോലുള്ള ഓർത്തുവെക്കാൻ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ടൈംസ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആളുകൾ വരിക്കാറുള്ള പത്രം ടൈംസ് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഇന്ത്യ കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കേട്ടോ. ഇന്ത്യൻ പ്രസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ പ്രസ്, ഫാദർ ഓഫ് ഇന്ത്യൻ ഇന്ത്യൻ പ്രസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് കേട്ടോ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? തുഷാർ ഗാന്ധി ഘോഷ്. ആരാണ്? തുഷാർ ഗാന്ധി ഘോഷാണ്. തുഷാർ ഗാന്ധി ഘോഷാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പരീക്ഷകളിലൊക്കെ പ്രയോജനപ്പെട്ടേക്കാം.